പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദീപശുദ്ധം വാഴ്ത്തപ്പെടുമാറാട്ടെ. ഈ രാത്രി സന്നിഹിതമായി ആയിരിക്കാൻ സഹായിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് പാടാം. ആത്മശക്തിയെ ഇറങ്ങിയ നിർവാഹമുള്ള പാട്ടോട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. ആമേൻ, ഹല്ലേലൂയ. ഇറങ്ങി
disconnected, paired. കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു നല്ല രാത്രി കൂടെ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദാനമായി നൽകിയല്ലോ. പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്ന് കാലുകളിൽ തട്ടാതെ, കാലിനെ വീഴ്ചയിൽ നിന്ന്, കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചവനായ കർത്താവ് ഇന്ന് രാത്രി ഹല്ലേലൂയ മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. ആമേൻ. സ്നേഹതീര പ്രയർ ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ, ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനത്തെ ഇന്ന് രാത്രിയിലും പ്രഘോഷിപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അതിനായി എന്നെയും കുടുംബത്തെയും വിശേഷ പ്രിയ കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവളെയും ദൈവം സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രിയിലും സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ, ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുകയും ഈ ശുശ്രൂഷകൾക്ക് കൈത്താങ്ങലാകുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും, ഇരുന്നവനും ഇരിക്കുന്നവനും, ആദ്യനും അന്ത്യനും, അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുല്യനായ യേശു കർത്താവിന്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം ചൊല്ലിക്കൊണ്ട് ഇന്ന് രാത്രി ദൈവം എന്നെ ഭരമേൽപ്പിച്ച ദൈവവചന ചിന്തയ്ക്കായി സമയങ്ങൾ വേർതിരിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നാം ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുകയും നമ്മളോട് സംസാരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവജനമേ, നാം ജീവിക്കുന്നത് എല്ലാം സംഘടനകളായി മാറിയ ഒരു കാലഘട്ടത്തിലാണ്. രാഷ്ട്രീയം സംഘടനയാണ്, വിദ്യാഭ്യാസം സംഘടനയാണ്, അതേ മതവും ഇന്ന് പലർക്കും ഒരു സംഘടനയായി മാറിയിരിക്കുന്നു. ആമേൻ. ഇത്തരം സാഹചര്യത്തിലാണ് ഒരു ഗൗരവമായ ചോദ്യം ആമേൻ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. സഭയും ഒരു സംഘടനയാണോ? ആമേൻ. ഈ ദിവസങ്ങളിൽ പലരും എന്നെ വിളിച്ചു ചോദിച്ചു. ആമേൻ. വളരെ പ്രാർത്ഥനയോടെ ആമേൻ ഈ ദിവസങ്ങളിൽ ഈ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ആമേൻ ദൈവവചനവുമായി ഇരുന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ ചിന്തകളാണ് ഇന്ന് രാത്രി ആമേൻ പങ്കുവെക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ആമേൻ. സഭ ഒരു സംഘടനയാണോ? സഭ ഒരു പ്രസ്ഥാനമാണോ? അല്ലെങ്കിൽ സഭ അതിലുപരി എന്തെങ്കിലും ആണോ? ആമേൻ. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടത് ആമേൻ വികാരത്തിലൂടെയല്ല, ആമേൻ ഭൂരിപക്ഷ അഭിപ്രായങ്ങളിലൂടെയുമല്ല, ആമേൻ ദൈവവചനത്തിന്റെ വെളിപ്പാടിലൂടെയാണ്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യം വിശുദ്ധ ബൈബിളിൽ അത് വളരെ ശക്തമായും വ്യക്തമായും ആമേൻ ഈ ചോദ്യങ്ങൾക്ക് അതേ മറുപടി നൽകുന്നുണ്ട്. മത്തായി സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഹല്ലേലൂയ. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഒരിക്കൽ കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ആമേൻ. സഭ ഒരു പ്രസ്ഥാനമാണോ? അല്ലെങ്കിൽ ആമേൻ സഭ ആമേൻ അതിലുപരി എന്തെങ്കിലുമാണോ? ആമേൻ. ഹല്ലേലൂയ.
സഭ ഒരു സംഘടനയാണോ? ആമേൻ. ഈ ചോദ്യത്തിന് ഉത്തരം ആമേൻ വിശുദ്ധ ബൈബിളിന്റെ വചന അടിസ്ഥാനത്തിൽ, വചന വെളിപ്പാടിലൂടെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്, ഞാൻ എന്റെ സഭയെ പണിയും. ആമേൻ. ഇവിടെ യേശു പറഞ്ഞത് നിങ്ങൾ ഒരു സംഘടന ഉണ്ടാക്കും എന്നല്ല. ഞാൻ എന്റെ സഭ പണിയും എന്നതാണ്. ഹല്ലേലൂയ. സഭ സംഘടന അല്ല. ആമേൻ. വചനപരമായ തെളിവുകൾ. ആമേൻ. സംഘടന മനുഷ്യൻ ആരംഭിക്കുന്നു. ആമേൻ. സഭ ദൈവം ആരംഭിക്കുന്നു. ആമേൻ. സഭയുടെ അടിസ്ഥാനം അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും ഉപദേശമാണ്. ആമേൻ. യേശുക്രിസ്തു തന്നെയാണ് ആമേൻ മുഖ്യ ആമേൻ അതേ കല്ല്. എഫെസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ അത് വളരെ വ്യക്തമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിച്ചാലും എഫെസ്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ഹല്ലേലൂയ. സംഘടനകൾ മനുഷ്യന്റെ ദർശനത്തിൽ ആരംഭിക്കുന്നു, മനുഷ്യന്റെ കഴിവിൽ നിലനിൽക്കുന്നു. എന്നാൽ സഭ ദൈവത്തിന്റെ പദ്ധതിയിൽ ജനിച്ചു, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിലനിൽക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അതേ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇപ്രകാരമാണ്. വായിച്ചാലും കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ആമേൻ. ഹല്ലേലൂയ. അതെ, സംഘടന നിയമങ്ങൾ കൊണ്ടാണ് നിലനിൽക്കുന്നത്. ആമേൻ. സഭ ജീവൻ കൊണ്ടാണ്. ഹല്ലേലൂയ. വചനം പറയുന്നു, അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായം 6-ാം വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യം. ഹല്ലേലൂയ. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷക്കാരാക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ആമേൻ. സംഘടന, ചട്ടങ്ങൾ, നിയമങ്ങൾ, ഘടന, ആമേൻ, ഇതൊക്കെ ആമേൻ അതേ അടങ്ങിയതാണ് സംഘടന. സംഘടനയ്ക്ക് ചട്ടങ്ങളുണ്ട്, സംഘടനയ്ക്ക് നിയമങ്ങളുണ്ട്, സംഘടനയ്ക്ക് ഘടനയുണ്ട്. എന്നാൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയ്ക്കകത്ത് 1 ജീവനുണ്ട്, 2 സ്നേഹമുണ്ട്, 3 ആത്മീയ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് സഭയെ അടിച്ചമർത്താൻ അതേ ശ്രമിച്ചവർ പരാജയപ്പെട്ടത്. ഹല്ലേലൂയ. ആമേൻ. സഭയുടെ ആദിമ ഘട്ടം മുതൽ തന്നെ അതിനെ അടിച്ചമർത്തുവാൻ ശക്തിയോടെ പ്രബലപ്പെട്ട ആമേൻ അനവധി ശക്തികളുണ്ട്, അനവധി ആമേൻ അതേ നേതൃത്വങ്ങളും സംഘടനകളും സഭയെ അടിച്ചിരുത്തുവാൻ നോക്കിയിട്ടുണ്ട്. ആമേൻ. സഭയെ അടിച്ചമർത്തുവാൻ ശ്രമിച്ചവരൊക്കെയും എന്ത് ചെയ്തു? പരാജയപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സഭ പ്രസ്ഥാനമല്ല, ആമേൻ, ചരിത്രപരമായ ആമേൻ ദൃഷ്ടി. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിച്ചേ, ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യം ഇതാണ്. ഹല്ലേലൂയ. ആമേൻ. പ്രസ്ഥാനങ്ങൾ ഉയരും, താഴും. പ്രൈസ് ദി ലോർഡ്. സാമ്രാജ്യങ്ങൾ വരും, പോകും. ആമേൻ. പക്ഷേ സഭ നിലനിൽക്കും. ആമേൻ. റോമൻ സാമ്രാജ്യം, ആമേൻ, ഹല്ലേലൂയ, അതെ, നമുക്ക് കാണുവാൻ കഴിയും. സഭ, ആമേൻ, റോമൻ സാമ്രാജ്യം സഭയെ ക്രൂരമായി പീഡിപ്പിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു.
ഹല്ലേലൂയ. അതെ, ക്രൈസ്തവർ കൊല്ലപ്പെട്ടു, സഭ ചിതറിക്കപ്പെട്ടു. ഹല്ലേലൂയ. ആമേൻ. അവർ പീഡിപ്പിക്കപ്പെട്ടിടത്തൊക്കെയും ഹല്ലേലൂയ സഭ അതേ ശക്തമായി വളരുവാൻ തക്കവണ്ണമിടയായി. പ്രവർത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 4-ാം വാക്യത്തിൽ ആമേൻ അത് വളരെ വ്യക്തമായി നമുക്ക് ആമേൻ കാണുവാനായിട്ട് കഴിയും. വായിച്ചാലും അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 4-ാം വാക്യം. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് വചനം ശുശ്രൂഷിച്ചുകൊണ്ട് അവിടെ ഇവിടെ സഞ്ചരിച്ചു. ഫിലിപ്പോസ് സമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ആമേൻ. സഭ പീഡനത്തോട് കടന്നുപോയപ്പോൾ, റോമൻ സാമ്രാജ്യം സഭയെ തകർക്കുവാൻ ശ്രമിച്ചപ്പോൾ, ഹല്ലേലൂയ, അതേ സഭ ആമേൻ പീഡിക്കപ്പെട്ടെടുത്തൊക്കെയും വചനം അറിയിപ്പാനിടയായി, വചനം പ്രസംഗിക്കുവാനിടയായി. ആമേൻ. ശ്രദ്ധിക്കണമേ, ആ കാലയളവിൽ സഭയ്ക്കെതിരെ ശക്തമായി പ്രകോപനവുമായി വന്ന് ആമേൻ റോമൻ സാമ്രാജ്യം ഇന്ന് ഇല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഭ ഇന്നും ജീവനോടെ ആമേൻ അതിന്റെ ജൈത്ര യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. സഭ ഇന്നും ജീവനോടെയുണ്ട്. ആമേൻ. ഇതൊരു സംഘടന ആയിരുന്നെങ്കിൽ ആമേൻ റോമിന്റെ അധികാരത്തിന് മുന്നിൽ അത് തകർന്നു പോയേനെ. ഹല്ലേലൂയ. ആമേൻ. 2, സഭയുടെ രക്തസാക്ഷിത്വം. ആമേൻ. സഭയുടെ ശക്തി. ആമേൻ. സഭയുടെ ചരിത്രം പറയുന്നു. ഹല്ലേലൂയ. സഭ പീഡിക്കപ്പെടുമ്പോൾ, ആമേൻ, സഭ പീഡിപ്പിക്കപ്പെടുമ്പോൾ സഭ നശിച്ചില്ല. ആമേൻ. സഭ കൂടുതൽ ശക്തമായി. സഭ ഒരു പ്രസ്ഥാനമായിരുന്നെങ്കിൽ അത് അധികാരം നഷ്ടപ്പെട്ടപ്പോൾ അവ അവസാനിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതേ, സഭ ജീവനുള്ള ശരീരം. ആമേൻ. വചനത്തിന്റെ അതേ വെളിപ്പാട്. ഹല്ലേലൂയ. ഇതാണ് പ്രസംഗത്തിന്റെ ആമേൻ കേന്ദ്ര സത്യം. ഹല്ലേലൂയ. നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ആമേൻ ഓരോരുത്തൻ അവന്റെ അവയവങ്ങളുമാകുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 27-ാം വാക്യം. വായിച്ചാലും ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 27-ാം വാക്യം. ഹല്ലേലൂയ. നിങ്ങൾ ഈ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെ അവയവങ്ങളുമാകുന്നു. ദൈവം സഭയിൽ 1-ാമത് അപ്പോസ്തലന്മാർ, 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവർത്തികൾ, രോഗശാന്തിയുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. അപ്പോ ആമേൻ, ശരീരത്തിന് ജീവനില്ലെങ്കിൽ അതേ മരിച്ചു എന്നല്ലേ, മരണം സംഭവിച്ചു എന്നല്ലേ. ഹല്ലേലൂയ. അപ്പൊ സംഘടനയ്ക്ക് ജീവൻ ആവശ്യമില്ല. ആമേൻ. സഭയ്ക്ക് ജീവൻ ഇല്ലെങ്കിൽ ആമേൻ സഭയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സഭയ്ക്ക് ജീവൻ ഇല്ലെങ്കിൽ സഭയല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എനിക്ക് ജീവനുണ്ട്, ഞാൻ ജീവൻ നൽകുന്നു. യോഹന്നാൻ 10:10. ആമേൻ. യേശു തന്നെ പറയുകയുണ്ടായി. വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം. മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അതുപോലെ ആമേൻ, ശരീരത്തിന്റെ തല ക്രിസ്തു. ആമേൻ. ക്രിസ്തു സഭയുടെ തലവൻ. ഹല്ലേലൂയ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ അത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തു ആമേൻ സഭയുടെ തലവൻ. ആമേൻ. ശരീരത്തിന്റെ തല ക്രിസ്തു. വായിച്ചാട്ട് കൊലോസ്യ ലേഖനം
1-ാം-അധ്യായം 18-ാം ശരീരത്തിന്റെ അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയാകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. ശ്രദ്ധിക്കണമേ, സംഘടനകൾക്ക് തലവൻ മനുഷ്യനാണ്. ആമേൻ. സഭയ്ക്ക് തലവൻ യേശുക്രിസ്തു. ആമേൻ. മനുഷ്യൻ തലയായാൽ അധികാര പോരാട്ടങ്ങൾ വരും. ആമേൻ. ക്രിസ്തു തലവനായാൽ ആജ്ഞ അനുസരണം വരും. ആമേൻ. അതെ, സാമൂഹിക യാഥാർത്ഥ്യങ്ങളും ആമേൻ സഭയുടെ പ്രസക്തിയും. ആമേൻ. ഹല്ലേലൂയ. ഇന്നത്തെ ലോകം നോക്കൂ, കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. കൊലപാതകങ്ങൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മഹത്യകൾ വർദ്ധിക്കുന്നു. കുടുംബങ്ങൾ തകരുന്നു. ലഹരിയുടെ അടിമത്വം വർദ്ധിക്കുന്നു. ഇവയെല്ലാം തെളിയിക്കുന്ന ഒരു സത്യം ഹല്ലേലൂയ എന്തെന്നറിയണ്ടേ? ഹല്ലേലൂയ. അതെ, ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഇതെല്ലാം അനുദിനം അതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ ആമേൻ പ്രശ്നം രാഷ്ട്രീയമല്ല. സ്തോത്രം. പ്രശ്നം സാമൂഹിക ഘടനയുമല്ല. പ്രശ്നം ആത്മീയ മരണമാണ്. സ്തോത്രം. അവർക്ക് ജീവനില്ല, അതുകൊണ്ട് അവർ ഇരുട്ടിൽ നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 82:5 വായിച്ചാലും ഹല്ലേലൂയ. അവർക്ക് അറിവില്ല, ബോധവുമില്ല. അവർ ഇരുട്ടിൽ നടക്കുന്നു. ഭൂമിയുടെ അടിസ്ഥാനങ്ങളൊക്കെയും ഇളകിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിൽ അടിസ്ഥാനമിട്ട അതേ സംഘടനകളും പ്രസ്ഥാനങ്ങളും ആമേൻ ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, അവർക്ക് എന്തില്ല? അറിവില്ല, ബോധവുമില്ല. അവർ ഇരുട്ടിൽ നടക്കുന്നു. ഭൂമിയുടെ അടിസ്ഥാനങ്ങളൊക്കെയും ഇളകിയിരിക്കുന്നു. എന്താ അർത്ഥം? ഈ ലോകത്തിന് സംഘടനകൾ മതി, പക്ഷേ രക്ഷയ്ക്ക് സഭ വേണം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ സഭയ്ക്ക് ഒരു മുന്നറിയിപ്പ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആമേൻ സഭയ്ക്ക് ഒരു മുന്നറിയിപ്പ് അതെ നൽകുകയാ. ആമേൻ. വെളിപ്പാട് പുസ്തകം 3-ാം-അധ്യായം 1-ാം വാക്യം. ഹല്ലേലൂയ. സർസസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവയെന്നു നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. ഹല്ലേലൂയ. ആമേൻ. അതേ, മാർവോട് ചേർന്നിരുന്നവൻ പത്മോസിന്റെ ഏകാന്തതയിൽ ആമേൻ നാടുകടത്തപ്പെട്ട് ആമേൻ ഏകനായിരിക്കുമ്പോൾ ആ തട്ടകസിക്കുന്ന തിരമാലയും അതേ വട്ടമിട്ട് പറക്കുന്ന റാഞ്ചൻ കഴുകന്മാരും തനിക്ക് മുമ്പേ നാടുകടത്തപ്പെട്ടവരുടെ അത്തി കൂടങ്ങളും തലയോട്ടികളും ആമേൻ തികച്ചും ഭയാനകമായ സാഹചര്യത്തിലൂടെ കടന്നുപോകുന്ന യോഹന്നാൻ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി ഹല്ലേലൂയ ഇവിടെ കേറി വരിക എന്ന് പറഞ്ഞപ്പോൾ അതെ കേറി ചെന്ന യോഹന്നാന് ആമേൻ അതെ വെളിപ്പാട് നൽകി കൊടുക്കുകയാ. എഴുതാൻ പറഞ്ഞു 7 സഭയ്ക്ക് അവൻ പ്രവചനാത്മാവിൽ അതെ ദൂതുകൾ കൈമാറി അതെ ജീവിക്കുന്നു എന്ന പേര് നിനക്കുണ്ട്, നീ മരിച്ചിരിക്കുന്നു. ആമേൻ. ഇത് ഇന്നത്തെ സഭയോടുള്ള മുന്നറിയിപ്പാണ്. ഹല്ലേലൂയ. പരിപാടികളുണ്ട്, അതെ സംഘടനകളുണ്ട്, അതെ പക്ഷെ ജീവനുണ്ടോ?
സ്തോത്രം. ആമേൻ. സഭ ആമേൻ സംഘടനയായി മാറിയാൽ ജീവൻ നഷ്ടപ്പെടും. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഈ വാക്കുകൾക്ക് സമാപനം കുറിക്കും. ഹല്ലേലൂയ. അടുത്ത ദിവസം വീണ്ടും പരിശുദ്ധാത്മാവ് നൽകുന്ന ചിന്തകളുമായി ആമേൻ ദൈവം അനുവദിച്ചാൽ ലൈവിൽ നമുക്ക് വീണ്ടും കാണാം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം അന്വേഷിക്കുന്നത് അംഗസംഖ്യയല്ല, ആമേൻ, അധികാരമല്ല, രാഷ്ട്രീയ പിന്തുണയല്ല. ആമേൻ. ഞാൻ ജീവിക്കുന്ന സഭയെ അന്വേഷിക്കുന്നു. അർത്ഥം, സഭ സംഘടനയല്ല, സഭ പ്രസ്ഥാനമല്ല, സഭ ജീവനുള്ള ശരീരമാകുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കാം. സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പുത്രനും രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, അവിടുത്തെ സഭയെ സംഘടനയുടെ ആത്മാവിൽ നിന്ന് ജീവന്റെ ആത്മാവിലേക്ക് അവിടുന്ന് മടക്കി കൊണ്ടുവരണമേ. അവിടുത്തെ ശരീരമായി ജീവിക്കട്ടെ. പരിശുദ്ധനും ജീവിക്കുന്നവനുമായ സ്വർഗീയ പിതാവേ, സഭയുടെ തലവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവിടുത്തെ സന്നിധിയിൽ ഇന്ന് രാത്രി കൂടി വരുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകിയതിനായി നന്ദിയോടെ സ്തോത്രം. യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവരുടെ പ്രയത്നം വൃഥാവാകും. കർത്താവേ, അവിടുത്തെ സഭയെ മനുഷ്യൻ പണിത ഘടനകളിൽ നിന്ന് വീണ്ടും ദൈവം പണിയുന്ന ആ ശരീരത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണമേ. സംഘടനയുടെ ആത്മാവിൽ നിന്ന്, പ്രസ്ഥാനത്തിന്റെ അഭിമാനത്തിൽ നിന്ന്, മനുഷ്യ കേന്ദ്രമായ നേതൃത്വങ്ങളിൽ നിന്ന് അവിടുത്തെ സഭയെ വേർതിരിക്കണമേ. കറയോ ചുളിവോ ഒന്നുമില്ലാതെ വിശുദ്ധവും കുറ്റമറ്റതുമായ സഭയായി കർത്താവേ ഈ ഭൂമിയിൽ കൂടി വരുന്ന കൂട്ടായ്മയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. സഭ ജീവനുള്ളതാണ്, സഭ അവിടുത്തെ ശരീരമാണ്, സഭയുടെ തല അവിടുന്ന് മാത്രമാണ്. കർത്താവേ, ജീവനില്ലാത്ത ആരാധനകൾ ഇപ്പോൾ തന്നെ അവസാനിക്കട്ടെ. പേരിനു വേണ്ടി ജീവിക്കുന്ന സഭ വിവാഹങ്ങൾ ഇപ്പോൾ തന്നെ ഉണങ്ങിപ്പോകട്ടെ. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ആ ജീവൻ സഭയിൽ വീണ്ടും പ്രവഹിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശ്വാസം മുടങ്ങിപ്പോയ അസ്ഥികളിൽ ഇപ്പോൾ തന്നെ ജീവൻ പ്രാപിക്കട്ടെ. അസ്ഥികൾ ജീവിച്ച ആ വലിയ സൈന്യമായി നിന്ന് കർത്താവേ, ഭയപ്പെടുന്ന സഭയല്ല, തൊട്ടറിയിക്കുന്ന സഭയല്ല, മറഞ്ഞു നിൽക്കുന്ന സഭയല്ല, വെളിച്ചത്തിൽ നിൽക്കുന്ന, സത്യം പ്രസംഗിക്കുന്ന, ജീവൻ പങ്കുവെക്കുന്ന അവിടുത്തെ സഭയായി ഞങ്ങളെ സ്ഥാപിക്കണമേ. ഈ കാലഘട്ടത്തിൽ ലോകം ഇരുട്ടിലായിരിക്കുമ്പോ സഭ പ്രകാശമായി തീരട്ടെ. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ഇന്ന് രാത്രി കർത്താവേ, ആ വെളിച്ചമായി മരിച്ച സഭകൾ ജീവിക്കും, ഉറങ്ങുന്ന സഭ ഉണരും, ഭയപ്പെട്ട സഭ ധൈര്യം പ്രാപിക്കും, നിശബ്ദമായ സഭ ശബ്ദമാകും. അവിടുത്തെ ഇഷ്ടപ്രകാരം ആ ശരീരം അതേ അവിടുന്ന് ശുദ്ധീകരിക്കും, അവിടുന്ന് തന്നെ നയിക്കും, അവിടുന്ന് സഭയെ ഉപയോഗിക്കും. യേശുക്രിസ്തുവിന്റെ വിശുദ്ധവും അധികാരവുമുള്ള നാമത്തിൽ ഇന്ന് രാത്രി താഴ്മയായി യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് ആമേൻ നിങ്ങൾ കേട്ടത് ഒരാശയമല്ല, ഒരു അഭിപ്രായമല്ല, ഒരു സംഘടനയുടെ നിലപാടുമല്ല. ആമേൻ. ഇത് ദൈവത്തിന്റെ വെളിപ്പാടാണ്. ആമേൻ. സഭ സംഘടനയല്ല, സഭ പ്രസ്ഥാനമല്ല, സഭ ജീവനുള്ള ശരീരമാണ്. നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ അവന്റെ അവയവങ്ങളുമാകുന്നു.
ആമേൻ. കൊരിന്ത്യർ ലേഖനം ആമേൻ 1-ാം ലേഖനം 12-ാം അധ്യായം 27-ാം വാക്യത്തിലാണ് നാം അത് വായിച്ചത്. ഈ കാലഘട്ടത്തിൽ ദൈവം അന്വേഷിക്കുന്നത് ആമേൻ കൂട്ടങ്ങളെല്ലാം നിറയ്ക്കുന്ന സഭയല്ല, പക്ഷേ ജീവൻ നിറഞ്ഞ ശരീരമാണ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ അതേ പ്രവചനാത്മാവിൽ അതേ ഒരു കാര്യം പ്രഖ്യാപിക്കുന്നു. മരിച്ച ആമേൻ ആത്മീയതയ്ക്ക് ഇനി അധികാരമില്ല. ആമേൻ. മനുഷ്യ കേന്ദ്രമായ സഭാഭാവങ്ങൾ അവസാനിക്കും. ക്രിസ്തു കേന്ദ്ര സഭ ഉയരും. ആമേൻ. അതേ വചനം പറയുന്നു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാളത്തിന്റെ വാതിലുകൾ അതിനെ ജയിക്കുകയില്ല. ആമേൻ. ഇത് ഒരു വാഗ്ദാനം മാത്രമല്ല, ഇതൊരു ദൈവിക പ്രഖ്യാപനമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം. ഹല്ലേലൂയ. അതേ സംഘടനയില്ലായിരിക്കാം, അധികാരമില്ലായിരിക്കാം, പക്ഷേ ജീവനുണ്ടെങ്കിൽ, ആമേൻ, സത്യം ഉണ്ടെങ്കിൽ, ആമേൻ, ക്രിസ്തു ഉണ്ടെങ്കിൽ നിങ്ങൾ സഭയുടെ ഭാഗമാണ് പ്രിയരെ. ആമേൻ. ഇന്ന് ദൈവം ചോദിക്കുന്നത് ഇതാണ്, നിങ്ങൾ അംഗമാണോ അല്ലെങ്കിൽ അവയവമാണോ? ഹല്ലേലൂയ. അംഗത്വം ആമേൻ മനുഷ്യർ നൽകും, ജീവൻ ദൈവം നൽകും. ആമേൻ. ഇന്ന് തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഉള്ള സഭ ഉണരട്ടെ, നിങ്ങൾ തന്നെ ജീവനുള്ള ശരീരമായി നിൽക്കട്ടെ. ആമേൻ. ഉണരുക, ഉറങ്ങുന്നവനെ. എഫെസ്യ ലേഖനം 5:14. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവസഭ നിങ്ങളിലൂടെ ഈ തലമുറയിൽ ജീവൻ വിതരട്ടെ. ഗോഡ് ബ്ലസ് യു. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ദൈവം അനുവദിച്ചാൽ ആമേൻ, അന്ധകാര നിബിഡമാകുന്ന ലോകത്തിൽ ആയുസ്സും ആരോഗ്യവും ബലവും കർത്താവ് നമുക്ക് നൽകുന്നുവെങ്കിൽ, അന്ത്യകൽപ്പനയായ കർത്താവിന്റെ കൽപ്പന ശിരസ വഹിച്ചുകൊണ്ട് ലോകത്തിന്റെ അറ്റത്തോളം സാക്ഷികളാകാം. അതേ ക്രൂശിന്റെ വചനം അതേ പ്രസംഗിക്കാം, സുവിശേഷത്തിന്റെ വക്താക്കളാകാം. ഇന്ന് രാത്രി എല്ലാവർക്കും സുഖകരമായ നിദ്ര ദൈവം ദാനമായി നൽകട്ടെ. ജോലി മേഖലകളിലായിരിക്കുന്നവരെ ദൈവം സൂക്ഷിക്കട്ടെ. യാത്രയിലായിരിക്കുന്നവരെ ദൈവം സൂക്ഷിക്കട്ടെ. ആമേൻ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ തലമുറകൾ ഈ വെളിപ്പാടുള്ളവരായി, ഈ കാഴ്ചപ്പാടുള്ളവരായി ജീവിപ്പാൻ സ്വർഗം എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ചിരിക്കുന്ന എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. റോജൻ പിജെ, ആമേൻ. അതെ, PV മേരി ലെഫ്റ്റ്, ആമേൻ. കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുകയുണ്ടായി. ഇന്ന് രാത്രിയിലും വീണ്ടും ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. ആമേൻ. ആ മേരി ആ സിസ്റ്ററെ ഓർത്ത് വീണ്ടും ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ആമേൻ കർത്താവിന്റെ ദാസൻ എൽ ജോസ്, അനൂപ് റിയോ സഹോദരനെ കുടുംബമായി ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എൽ ജോസ് ശാരീരികമായ ആമേൻ ക്ഷീണാവസ്ഥകളിലൂടെ, രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നു. നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ഷിജു, ആമേൻ. അതെ, യോഗേഷ് വാളര, കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും തന്റെ മിനിസ്ട്രിയെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ശ്രീനി, ആമേൻ. ആമേൻ. ചിച്ചിട്ടെ കാട്ടി, ആമേൻ. കർത്താവിന്റെ ദാസൻ തോമസ് അബ്രഹാം അണലിൽ പറമ്പിൽ, അവർ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. എബി ജോൺ, കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച മറ്റ് എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവം അനുവദിച്ചാൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് ആമേൻ കൂടി വരാം. അതുവരെ ദൈവം എല്ലാവരെയും അവിടെ ഇവിടങ്ങളിലായി സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. ആമേൻ. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ നാഥൻ സ്ഥാപിച്ച സഭയുടെ അംഗങ്ങളായി കർത്താവ് തൻ ഗംഭീരനാഥം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ കടന്നു വരുമ്പോൾ സഭ എടുക്കപ്പെടുന്ന കൂട്ടത്തിൽ ഞാനും നിങ്ങളും എടുക്കപ്പെടുവാൻ ഒരുക്കമുള്ളവരായി ജീവിക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ കൂട്ടായ്മ അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വിലയുള്ളതാ പ്രിയരെ. നിങ്ങളുടെ ഒരു ഷെയർ കൊണ്ട് ആമേൻ ഒരു പക്ഷേ ഈ സന്ദേശം ആമേൻ ഒരാളെ വിടുവിക്കുന്നുവെങ്കിൽ നിശ്ചയമായും അതിന് പ്രതിഫലമുണ്ട്. ഈ കൂട്ടായ്മയിൽ, ഈ ശുശ്രൂഷയിൽ ആമേൻ നമുക്ക് ഒരുമിച്ച് പങ്കാളിത്തം വഹിക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.